എല്ലാവർക്കും ET മലയാളത്തിലേക്ക് സ്വാഗതം. ടിക്കറ്റ് ബുക്ക് ചെയ്തു, പെട്ടെന്ന് പ്ലാൻ മാറി, പൈസ പോയി. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു തലവേദനയാണിത്. ചിലപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയേക്കാൾ കൂടുതലായിരിക്കും അവർ ഈടാക്കുന്ന ക്യാൻസലേഷൻ ചാർജ്. അപ്പോൾ സങ്കടം വരും അല്ലേ? പക്ഷേ ഇന്നലെ മുതൽ കളി മാറിയിരിക്കുകയാണ്. 2026 മാർച്ച് 26 ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന പുതിയ DGCA നിയമങ്ങൾ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്കൊരു ഫ്രീ ലുക്ക് ഇൻ വിൻഡോ ലഭിക്കും. അതായത് ഈ സമയത്തിനുള്ളിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താലോ മാറ്റം വരുത്തിയാലോ എയർലൈനുകൾക്ക് നിങ്ങളിൽ നിന്നും പിഴ ഈടാക്കാൻ കഴിയില്ല. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് 7 ദിവസം മുമ്പെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അന്താരാഷ്ട്ര യാത്രക്കാരാണെങ്കിൽ ഇത് 15 ദിവസം മുൻപായിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നേരിട്ട് എയർലൈൻ്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ആയിരിക്കണം. മൂന്നാം കക്ഷി പോർട്ടലുകൾ വഴിയോ ഏജന്റുമാർ വഴിയോ ബുക്ക് ചെയ്താൽ ഈ ആനുകൂല്യം കിട്ടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യം പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിനെയൊക്കെ ബാധിക്കുന്ന വലിയൊരു മാറ്റമാണിത്. ഇനി ക്യാൻസലേഷൻ ചാർജിന്റെ കാര്യം നോക്കാം. പലപ്പോഴും ടിക്കറ്റ് നിരക്കിനേക്കാൾ വലിയ തുക പിഴയായി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അത് നടക്കില്ല. അടിസ്ഥാന നിരക്കിനും ഇന്ധന സർചാർജിനും മുകളിലുള്ള തുക ക്യാൻസലേഷൻ ചാർജായി ഈടാക്കാൻ പാടില്ല എന്ന് DGCA കർശനമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ചാർജുകൾ എത്രയാണെന്ന് കൃത്യമായി കാണിക്കുകയും വേണം. സുതാര്യതയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റീഫണ്ട് കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കുന്ന കാലവും കഴിഞ്ഞു. ക്രെഡിറ്റ് കാർഡ് വഴിയാണ് പണം അടച്ചതെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ പണം തിരികെ കിട്ടണം. ഏജന്റുമാർ വഴിയാണ് ബുക്ക് ചെയ്തതെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ഇനി എയർലൈനുകൾക്കാണ്. പരമാവധി 14 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് നടപടികൾ പൂർത്തിയായിരിക്കണം. പേരിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം ടിക്കറ്റ് മാറ്റേണ്ടി വരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പേര് തിരുത്താൻ എയർലൈനുകൾക്ക് പണം ഈടാക്കാൻ കഴിയില്ല. ബുക്ക് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ഇത് അറിയിച്ചാൽ മതി. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷം മാത്രം റീഫണ്ടുമായി ബന്ധപ്പെട്ട് 30,000-നടുത്ത് പരാതികളാണ് DGCAക്ക് ലഭിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ നിയമങ്ങൾ വരുന്നത്. സാധാരണക്കാരായ യാത്രക്കാർക്ക് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പണം വെറുതെ കളയേണ്ടി വരില്ല എന്ന ഉറപ്പ് ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. കഴിവതും എയർലൈൻ വെബ്സൈറ്റുകൾ തന്നെ ഉപയോഗിക്കുക. 48 മണിക്കൂർ എന്ന ആ ഒരു സേഫ്റ്റി നെറ്റ് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ തന്നെ ആദ്യം അറിഞ്ഞിരിക്കണം. ഈ വിവരങ്ങൾ നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ഇത്തരം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഈ വിഷയങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താം. കൂടുതൽ വ്യക്തതയ്ക്കായി നിയമവിദഗ്ധരോടോ എയർലൈൻ പ്രതിനിധികളോടോ സംസാരിക്കാവുന്നതാണ്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു SEBI രജിസ്റ്റേർഡ് അഡ്വൈസറുമായി സംസാരിക്കുക. നന്ദി.